എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 46 ശ്ലോകം 43, 44, 45, 46, 47, 48, 49 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 7 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 46ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാന്റെ പരമാർത്ഥ തത്വം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ അതാ രാത്രി കഴിയാറായി. രാത്രി മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വെളിച്ചായത് അവരെ അറിഞ്ഞേയില്ല. അതാണ് അപ്പോഴേക്കും ഗോപസ്ത്രീകളുടെ തൈര് കേൾക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. ദൃഷ്ടം ശ്രുതം ഭൂതഭവൽ ഭവിഷ്യൽ സ്ഥാസ്നു ചരിഷ്ണുർമഹദൽപകം ച വിനാച്യുതാത് വസ്തുതരാം ന വാച്യം സയേവ സർവം പരമാർത്ഥഭൂത. കാണപ്പെടുന്ന സർവപദാർത്ഥങ്ങൾ അടങ്ങിയ ഈ ലോകവും കേൾക്കപ്പെടുന്ന സ്വർഗാദി ലോകവും മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും ഇനിമേൽ ഉണ്ടാകുന്നതും സ്ഥിരമായി നിൽക്കുന്ന പർവ്വത വൃക്ഷാദികളും സഞ്ചരിക്കുന്ന മൃഗപക്ഷ്യാദി പ്രാണിവർഗങ്ങളും വലുതിൽ വെച്ച് വലുതും ചെറുതിൽ വെച്ച് ചെറുതും എല്ലാം പരമാർത്ഥ സ്വരൂപനായി ഏതു കാലത്തും വികാരമില്ലാതെ ഏകരൂപനായിരിക്കുന്ന പരമാത്മസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. അവനല്ലാതെ വേറെ യാതൊരു വസ്തുവും പറയത്തക്കതായിട്ടില്ല എന്ന് പറഞ്ഞതാ ഉപസംഹരിക്കണവര്. ഏവം നിശാസ ഭ്രുവതോർവ്യതീത നന്ദസ്യ കൃഷ്ണാനുചരസ്യ രാജൻ ഗോപ്യഃ സമുത്ഥായ നിരൂപ്യ ദീപാൻ വാസ്തൂൻ സമഭ്യർച്ച്യ ദധീന്യമന്ധൻ. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ പരമാർത്ഥ തത്വം വ്യാഖ്യാനിച്ചു കൊണ്ട് തന്നെ ഉദ്ധവനും നന്ദനും രാത്രി മുഴുവനും കഴിച്ചുകൂട്ടി. യശോദ ഇതെല്ലാം കേട്ട് ഒരക്ഷരമിണ്ടാതെ കണ്ണിങ്ങനെ ധാരധാരയായിട്ട് അശ്രുക്കൾ ഒഴുകിക്കൊണ്ട് അങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ബ്രാഹ്മമുഹൂർത്തമായി ഉടനെ ഗോപികൾ എഴുന്നേറ്റ് എല്ലാ ഗൃഹങ്ങളിലും ആ ദീപം ജ്വലിപ്പിച്ചു, അടിച്ചു തെളിച്ചു. അകരു, ചന്ദനം മുതലായ ആ സുഗന്ധദ്രവ്യങ്ങളൊക്കെ അങ്ങോട്ട് പുകച്ചു. ബലി പുഷ്പാദികളൊക്കെ നിരത്തി മാവ് കൊണ്ട് കോലങ്ങളിട്ടു. ഇങ്ങനെ ഗൃഹങ്ങളെല്ലാം അലങ്കരിച്ച് അവര് തൈര് കളയാൻ തുടങ്ങി. താദീപദീപ്തേ മണിഭിർവിരേജു രജ്ജുർവികർഷൽ ഭുജകങ്കണസ്രജ ചലന്നിദംബസ്തനഹാരകുണ്ടലത്യുഷൽ കപോലാരുണ കുങ്കുമാനന. ആ ജ്വലിക്കുന്ന ദീപത്തിന്റെ മുമ്പിലിരുന്ന് തൈര് കലക്കണ ആ ഗോപികളുടെ ആ സുന്ദര ദൃശ്യം കവി സരസമായിട്ട് ഇങ്ങനെ വർണ്ണിക്കുക. ആ മഥന സമയത്തില് ആ കടകോലിങ്ങനെ അതിവേഗത്തിലും ശക്തിയിലും ചലിക്കാൻ വേണ്ടി കയറ് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന കൈകളിലിട്ടിരിക്കുന്ന വളകള് അന്യോന്യം കൂട്ടിമുട്ടി ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേഗത്തില് കടയുമ്പോ ആ വളകളുടെ ശബ്ദം. അപ്പൊ അവരുടെ ആ കടിവസ്റ്റാൽ ഭാഗം, സ്ഥാനങ്ങള്, മുത്തുമാലകള്, കർണാഭരണങ്ങള് ഇതൊക്കെ ഇങ്ങനെ തൈര് കടയണ ശക്തി കൊണ്ട് ഇങ്ങനെ ഇളകൂലോ. അപ്പൊ ആ ആഭരണങ്ങള് പതിച്ചിരിക്കുന്ന രത്നങ്ങൾ കൊണ്ട് നന്നായി പ്രകാശിക്കുന്ന കവിൾത്തടങ്ങള്, കുങ്കുമപ്പൊട്ട് തൊട്ടിരിക്കുന്ന മുഖങ്ങള്, ഇതിങ്ങനെ ആ ദീപത്തിന്റെ ജ്വാലാ സന്നിധാനത്തില് കാണുമ്പോ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. സുന്ദര ഒരു ദൃശ്യം. അങ്ങനെ ഇത് പറയണ കവി ആ ഗോപസ്ത്രീകളുടെ ഈ സമയത്തുള്ള ലാവണ്യം അവർണ്ണനീയമാണ്. നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കാൻ തോന്നുന്നു. ഉൽഗായതീനാം അരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി ദധ്നശ്ച നിർമന്ധന ശബ്ദമിശ്രിതോ നിരസ്യതേ യേന ദിശാം അമംഗളം. തൈര് കലക്കുമ്പോ ആ ഗോപികള് ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ പാടുന്നു. ആ തൈര് കലക്കുന്ന സമയത്തുള്ള ആ ശബ്ദത്തോട് ചേർന്നിരിക്കുന്ന ഈ ഗാനധ്വനി ആകാശത്തിൽ മുഴുവൻ ഇങ്ങനെ വ്യാപിക്കുകയാണ്. ഈ ശബ്ദത്തിന്റെ വ്യാപ്തി എത്ര ദൂരെ എത്തുന്നുവോ അത്രയും ദൂരത്തുള്ള ആകാശം പരിശുദ്ധമായിട്ട് ഭവിക്കണം. അവിടെ വസിക്കുന്ന സകല പ്രാണികൾക്കും അന്ധക്കരണ ശുദ്ധി ഉണ്ടാവണു. ഈ ഗാനം കേൾക്കുന്നവര് കൂടി
കൃഷ്ണഭക്തന്മാരായി ഭവിക്കുന്നത് കൊണ്ട് ആ ഗോകുലവാസികളെല്ലാം ധന്യരാണ്. ധന്യർ ധന്യർ. ഭഗവത്യുദിതേ സൂര്യേ നന്ദദ്വാരി വ്രജൗകസ ദൃഷ്ട്വാ രഥം ശാതകൗംഭം കസ്യായമിതി ചാബ്രുവൻ. ഏതൊരു തേജസ്സിന്റെ പ്രഭാവം കൊണ്ട് സകല പ്രാണികളും അവരവരുടെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുവോ അങ്ങനെയുള്ള ആ തേജസ്സിന്റെ നിധാനമായിരിക്കുന്ന ഭഗവാൻ സൂര്യൻ ഉദിച്ചു. ഗോപസ്ത്രീകൾ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോള് നന്ദഗോപഗൃഹത്തിന്റെ ദ്വാരത്തില് സ്വർണ്ണ അലങ്കാരങ്ങൾ കൊണ്ട് വിളങ്ങുന്ന ഒരു രഥം നിൽക്കുന്നു. എല്ലാരും പറഞ്ഞു, ഇതാ വരൂ വരൂ, നിങ്ങൾ നോക്കൂ, കണ്ടോ, ആ അക്രൂരൻ പിന്നെയും വന്നു എന്നാ തോന്നണേ. ആരുടെ ആയിരിക്കും ഈ തേര്? പിന്നെയും വന്നു ആ അക്രൂരൻ, അതേപോലെ ഉണ്ടല്ലോ ഈ തേര് എന്നൊക്കെ ഇങ്ങനെ പറയവര്. അക്രൂരാഗതക്കിം വാ യ കംസസ്യാർത്ഥ സാധക യേന നീതോ മധുപുരീം കൃഷ്ണ കമലലോചന. മുമ്പൊരിക്കലേ ഇതുപോലെ ഒരുത്തം തേരിലിരുന്ന് വന്നില്ലേ? ദേഷ്യം വന്നിട്ട് ആ ഗോപി പറയാ, കംസന്റെ കാര്യം സാധിക്കാനായിട്ട് മുമ്പ് ഒരാള് വന്നില്ലേ? നമ്മുടെ ആ സുന്ദരനായ ആ കമലലോചനായ ശ്രീകൃഷ്ണനെ കണ്ട് ആനന്ദിച്ചു കൊണ്ടിരുന്ന നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ഏതൊരുത്തൻ ശ്രീകൃഷ്ണനെ മധുരാപുരിക്ക് കൂട്ടിക്കൊണ്ടുപോയോ ആ അക്രൂരൻ രണ്ടാമതും വന്നു എന്നാ തോന്നണേ. കിം സാധയിഷ്യത്യസ്മാഭി ഭർത്തുപ്രീതസ്യ ദുഷ്കൃതിം ഇതി സ്ത്രീണാം വദന്തീനാം ഉദ്ധവോ കൃതാന്വിക. ഉദ്ധവരിങ്ങനെ കുളിച്ചിട്ട് പോവുമായിരുന്നു. അപ്പൊ ഇവര് പറയണത് ഇങ്ങനെ ഉദ്ധവര് കേൾക്കാം. ആഹാ, ഇനി എന്തിനാ ആ ക്രൂരൻ വരണത്? നമ്മളെ ദ്രോഹിച്ച് അവന്റെ സ്വാമിഹിതം സാധിപ്പിച്ചതിന്റെ ഫലം അവന് കിട്ടിയില്ലേ? ആരെ സന്തോഷിപ്പിക്കാൻ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയോ ആ പ്രവൃത്തി നിമിത്തം അവന്റെ ആ സ്വാമിയായിട്ടുള്ള കംസൻ തന്നെ നശിച്ചില്ലേ? ഞാനൊരു കാര്യം പറയാം. മരിച്ചുപോയ ആ സ്വാമിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടേ, ആ പിണ്ടം വെക്കാൻ വേണ്ടി, ശ്രാദ്ധം കൂട്ടാൻ വേണ്ടിയിട്ടേ നമ്മളുടെ മാംസം കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും അവന്റെ വരവ്. കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ മൃതപ്രായകളായിരിക്കണം, മരിച്ചതിന് തുല്യമായി നമ്മൾ. ഇനി അവൻ നമ്മളെയും കൊന്ന് മാംസം കൊണ്ടുപോകാൻ വന്നിരിക്കണതാവും. ഇങ്ങനെ ഗോപസ്ത്രീകള് അന്യോന്യം പറയണത് കേട്ടു ഉദ്ധവൻ. ഒന്നും വേണ്ടിയില്ല. കുളി, ജപം, നമസ്കാരം, പ്രാതസന്ധ്യാവന്തനം ഇതൊക്കെ കഴിഞ്ഞു വരുന്ന ആ ഉദ്ധവൻ അവരെ കാണാത്ത പോലെ പതുക്കെ അങ്ങോട്ട് നടന്നു പോവാണ്. പാവം, എന്താ അവരോട് പറയണ്ടേന്ന് അറിയില്ല. ഒന്നും മിണ്ടാതെ ഉദ്ധവൻ അങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചോണ്ട് അങ്ങോട്ട് പോയി. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നന്ദശോകാവനയനം നാമ ഷട്ചത്വാരിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 46-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.